ഗുഡ് മോർണിംഗ്. എല്ലാവരും വളരെ അച്ചടക്കത്തോടെ ഇരിക്കുകയാണ്. സന്തോഷം. പ്രിയപ്പെട്ട ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ സ്ഥാപനത്തിൻ്റെ ടീം മെമ്പേഴ്സ്, അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഫാക്കൽറ്റി, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഈ ചടങ്ങിന് ക്ഷണിച്ചപ്പോൾ, ഞാൻ ഇബിനൊക്കെ വിളിച്ചപ്പോൾ ഞാൻ കുറച്ച് സാധാരണ ഒരു പരിപാടി വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും സമയത്ത് നടക്കുകയോ കൃത്യസമയത്ത് തുടങ്ങുകയോ കൃത്യമായിട്ടുള്ള പ്രോഗ്രാംസോ ഒന്നും ഉണ്ടാവില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എത്തി എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ സംഘാടകർക്ക് ഉണ്ടായിരിക്കും. ഇവിടെ അതല്ല, വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെയാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൃത്യതയും കൃത്യമായ ആസൂത്രണവും തന്നെയായിരിക്കും ബ്രിഡ്കോയുടെ വിജയത്തിൻ്റെ രഹസ്യം. കൃത്യമായിട്ട് വളരെ ഷാർപ്പായിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് ഇബിനൊന്ന് വിളിച്ചു, തുടങ്ങാറായോ, സാധാരണ സാർ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, അപ്പോഴേക്കൊക്കെ ആവുള്ളൂ, ആൾക്കാരെത്തുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ഇത് ടൈം പറഞ്ഞു. ആ ടൈമിന് തന്നെ ഞാനൊരു 5 മിനിറ്റ് മുമ്പ് വിളിച്ചു, ഇവിടെ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു, എത്തി, എല്ലാം കൃത്യമായിട്ട്. തീർച്ചയായിട്ടും ഈ കൃത്യതയ്ക്ക് ഞാൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയെ അഭിനന്ദിക്കുന്നു. ഞാൻ 2003 സർവീസിൽ കയറിയത്. അന്ന് മുതൽ തന്നെ കേട്ടിട്ടുള്ള പേരാണ് ഈ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അന്ന് ഈ മൊബൈലായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. അന്ന് ഇത്ര വ്യാപകമായിട്ടില്ല, ഇതിൻ്റെ ടെക്നോളജിയും ഇതിൻ്റെ കാര്യങ്ങളൊന്നും അത്ര വിശാലമായിരുന്നില്ല, ഇതിനെപ്പറ്റിയുള്ള അറിവും തുച്ഛമായിരുന്നു. 2006, 2007 കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇവിടെ തിരൂർ SI ആയിട്ടും മറ്റും ഉണ്ടായിരുന്നു, ജില്ലയിൽ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സീനിയറായിട്ടുള്ള മോഹനന്ദ സാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടിയും കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇതിൻ്റെ ആളുകളെ ബന്ധപ്പെടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുമായിട്ട് പോലീസുമായിട്ട് നല്ല പോലെ സഹകരിച്ച ഒരു സ്ഥാപനം തന്നെയാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതിന് തീർച്ചയായിട്ടും നിങ്ങളോട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴും അതെ, പല കാര്യങ്ങൾക്കും നമ്മൾ സമീപിക്കുന്ന ഈ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയെ സമീപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനം മൊബൈൽ രംഗത്തും മറ്റും വിശാലമായിട്ടുള്ളൊരു ലോകം നമുക്ക് കാണിച്ചു തരികയും അത് വളരെ വിശാലമായി ലോകത്ത് മുഴുവൻ പന്തലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് അന്ന് തോന്നുന്നത് കോട്ടക്കൽ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. ഞാൻ 2003 കാലഘട്ടത്തിലൊക്കെ, 2005 കാലഘട്ടത്തിലൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ കോട്ടക്കൽ പോകാനാണ് പറയുക. കോട്ടക്കൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു എനിക്ക്. പിന്നെയാണ് ഏകദേശം 15ഓളം സ്ഥാപനങ്ങൾ പല സ്ഥലത്തായിട്ട് ഉണ്ട്. പല സ്ഥലത്തും വിദേശത്തും എല്ലാം ഇതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. എന്തായാലും ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന്, ഈ നിങ്ങളുടെ ഈ ഗെറ്റ് ടുഗദറിന്, അതുപോലെയുള്ള ഭാവി എന്താവണം, നിങ്ങളാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. നമുക്ക് ഭാവി ശോഭനമാണ്. അതിൽ നിങ്ങളുടെ റോൾ തീർച്ചയായിട്ടും നിർണായകമാണ്. ആ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുകയും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി
ജോലി ചെയ്യുകയും നിങ്ങൾക്ക് നമുക്കറിയാം നിയമം അനുശാസിക്കുന്ന നമ്മുടെ സമൂഹ സ്ഥിതിയിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.